ബാലൻസ് ഇല്ല ഉണ്ണി. ഓ അവനെ വിളിച്ചട്ടെ, എന്റെ ഫോണില് ബാലൻസ് ഇല്ല, കണക്ട് ആവണില്ല. നീ ഒരു പണി ചെയ്തേ, ഒരു 100 രൂപ ഗൂഗിൾ പേ ചെയ്ത് ഇങ്ങോട്ട്. ഗൂഗിൾ പേ 100 രൂപ ഇങ്ങോട്ട് ഇടാ. എന്റെ പേര് ഈ ഗൂഗിൾ പേ എടുക്കണം, ആദ്യം ബാങ്കിൽ അക്കൗണ്ട് എടുക്കണം. ആ അക്കൗണ്ട് എടുക്കാൻ പൈസ വേണം. അക്കൗണ്ട് എടുത്തിട്ടില്ലേ? ഏഴുന്നോ 10 പൈസ. ഇരുന്ന് കാണുന്നില്ലേ, ശരീരം കാണുന്നില്ലേ? ഒന്ന് സ്ലിം ബ്യൂട്ടി ആവണം, ജിമ്മിൽ പോണം, പൈസ ഇല്ല. അല്ല ആളോടാ ചോദിച്ചാ. അന്നൊരു പണി, ഞാനേ അവനെ വിളിച്ച് 2 തെറി പറയട്ടെ. നിന്റെ കയ്യിൽ ബാലൻസ് ഇല്ലേ? എന്തിനീ ഞാൻ പറയണ നമ്പർ ഒന്ന് ഡയൽ ചെയ്തേ. ഓന്റെ ചീത്തയും തല്ലും ഞാൻ പിടിക്കാൻ വേണ്ടിട്ട് വേണ്ട, പറ്റില്ല. എടാ ഞാനല്ലേ വിളിക്കണ, പിന്നെ എന്തിനാ നിന്നെ തെറി പറയണത്? ഇന്ന് വരെ എന്റെ ഒരു കാര്യത്തിൽ ഞാൻ തല്ലു മേടിച്ചിട്ടാ. എപ്പോ തല്ലു മേടിച്ചത് നിന്റെ കാര്യത്തിലാണ്. രാജേഷ് തച്ചത് മറക്കൂല. ഇത് രാജേഷിനല്ലേ, ഇത് വേറെ തന്നെയാണ്. ഇന്ന് വിളിച്ചിട്ട് പരിപാടിയില്ല, മടുത്തു എനക്ക് തല്ലുകൊണ്ടിട്ട്. എന്തിനാ നീ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് രാവിലെ ഇവിടെ വന്ന് ചാരി ഇരിക്കണം, ഒരു ഉപകാരത്തിനും പറ്റാതെ? എന്റെ നിന്ന് എന്തെങ്കിലും മേടിച്ച് തിന്നാനല്ലാതെ നിന്നെ കൊണ്ട് എനിക്കൊരു ഉപകാരമില്ല. എത്ര അടി കൊണ്ടുകൂടാ ഞാൻ നീക്ക് വേണ്ടിട്ട്. അവന് 2 വർത്താനം ചൂടോടെ പറയണോടാ. ഒന്നില്ലേ വിളിച്ച് പറയണോ, അല്ലെ കമന്റ് ഇടണം. ഇതിലാണെ ബാലൻസും. കമന്റ് ഇട്ടോ? ഇതില് കമന്റ് ഇട്ടോ? അത് കുഴപ്പമില്ല, ഫേസ്ബുക്കിലല്ലേ. അത് ഞാനിടൂല. നീ ഇടണം. അത് പ്രശ്നം, അതെനക്ക് കുഴപ്പമില്ല. എന്റെ ഫേസ്ബുക്ക് എടുത്തുക്കോ, നീ കമന്റ് ഇട്ടോ. നീ ഇടണം, ഞാൻ ഇടൂല. 2 തെറി അവനെ പറഞ്ഞില്ലെങ്കിലേ എത്ര പണം കൂട്ടോ? പണം ഇല്ല, ചീത്ത ഒറ്റ വിളിച്ചോ, എനക്ക് പ്രശ്നം. ഞാനിപ്പോ ഇതിന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനക്കെന്ത് കുഴപ്പം? നീയല്ലേ ഇടുന്ന എന്റെ ഫേസ്ബുക്ക്. അവന്റെ പോസ്റ്റ് എടുക്കട്ടെ, അതിന്റെ താഴെ തന്നെയാണ് കൊടുക്ക. എടാ നാറി, പരന്നറിയിട്ടോ. നീ കളിക്കുമ്പോൾ ആളും തരവും അറിഞ്ഞ് കളിക്കണം. എടാ ഊളെ, ഇനി മേലിൽ നീ ഇത് ആവർത്തിച്ചാൽ നിന്റെ കാല് പിടിച്ച് വട്ടം കീറി ഞാൻ ഭിത്തിയിലൊട്ടിക്കും കേട്ടോടാ ഡാഷ് മോനെ. സംസ്കാരമില്ലാത്തത് കുറച്ചേ. നീ സംസ്കാരമില്ലാത്തവനാണ് നാട്ടുകാർ പറയും. എന്തെങ്കിലും പറയട്ടെ, ലേറ്റ് ആക്കിയേ. നിനക്ക് മനസ്സിലായി. നല്ല സാധാരണ വിളിക്കുന്ന അമ്മ വിളിച്ചോ? ഓക്കെ, അത് വിട്ടിട്ടുണ്ട്. പോയല്ലേ? അല്ല പിന്നെ നമ്മുടെ കളി. ഇൻസ്റ്റാഗ്രാമിലെ ഈ പെണ്ണിന്റെ ഒരു നമ്പർ കിട്ടുമോ? എന്തിനാണ് അത് അച്ഛന്റെ വകയിലൊരു പെങ്ങളാണ്. എന്റെ ഒരു സങ്കല്പത്തില് പെണ്ണ് ഇതാണ് കേട്ടാ. അവനിക്ക് ഒരുപാട് വയസ്സുണ്ടാ. അതല്ല, സുഖം. എന്താ ഈ വഴിക്ക്? ഇല്ല, ഞങ്ങള് ഒരു കല്യാണത്തിന് പോയിട്ട് വന്ന വഴിയാ. നന്നായി നന്നായി. അച്ഛനകത്തുണ്ട്. അല്ല, നിനക്ക് ഏതാണ്ട് ലിസ്റ്റിൽ പേര് വന്ന് ജോലിക്ക് എന്നൊക്കെ പറഞ്ഞു. അത് ഇന്റർവ്യൂ കഴിഞ്ഞ് ഇനി അപ്പോയിന്റ്മെന്റ് ഓർഡർ വരുമ്പോ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്താ മതിയല്ലേ? ലക്ഷ്മി ഇപ്പൊ എന്ത് ചെയ്യണ്? ഞാനിപ്പോ കോഴ്സ് കഴിയാറായി. അവക്കെ ഒരു പരീക്ഷയും കൂടി ഉണ്ട്, അത് എഴുതണം. സുഹൃത്താണ്. പുണ്യ അപ്പുറത്തുള്ള ചെല്ല് ചെല്ല്. അച്ഛനകത്തുണ്ട്. സുഖദേട്ടാ, എന്താടാ എന്റെ സങ്കല്പം ഇതാ പെണ്ണ്. ഇത് മതി, നമുക്ക് നോക്കിയാലോ? അമ്മായിയാ? അമ്മയുടെ കെട്ടിയാൻ മരിച്ചു പോയത്. മറ്റേ ചെറുതാ നിനക്കാ? എടാ അവള് ഡോക്ടറാകാൻ പഠിക്കാണ്. സ്കൂളിൽ പോകാത്ത നിനക്ക് എങ്ങനെ അവളാലോചിക്കണ? അവിടെ പഠിച്ചോട്ടെ. അതിനൊക്കെ ആഗ്രഹിക്കാൻ സമയത്തൊന്ന് പല്ലെങ്കിലും തേക്കാൻ നോക്ക്. ഉമ്മ തന്നിട്ട് സഹിക്കാൻ പറ്റണല്ലോ, ആലോചിക്കാൻ നടക്കുന്നു. അതെ, എനിക്കൊരു ജോലിയിൽ കയറിയിട്ട് വേണം അവളൊന്ന് ആലോചിക്കാനെന്ന് ഓർത്താ ഞാൻ നിക്കണ. നീ പോയിക്കോ എന്നാ. ഞാൻ പോയിക്കോ, വീട്ടിൽ പോടാ. ഞാൻ പോകില്ല. പിന്നെ നീ ഇവിടെ എന്തിനാ ഇരിക്കണ? വീടിന് ഉച്ചക്കത്തെ ചോറും കിട്ടും. ചോറൊന്നുമില്ല, ഇവിടെ നിന്ന് വിരുന്നുകാരൊക്കെ ഉള്ളതാണ്. ചെല്ലി നീ. ദുഷ്ടനാട്ടാ. പട്ടിച്ചെറ്റ കഴുത നായി ഉണ്ണി, നീട്ട കമന്റിനെതിരെ എന്നെ ചീത്ത വിളിക്കുന്നത്. എടാ അതിപ്പോ നീ ഇപ്പൊ എന്റെ കൂടെ ഇരിക്കണ്ടെന്ന് അവരറിയണ്ടാവും. അതെങ്ങനെ? എടാ എല്ലാം ഏയല്ലേ, നമ്മളെ ട്രാക്ക് ചെയ്യണ്ടാവുമാര്. അയ്യോ, വീണ്ടും വന്നു. എടാ മാറ്റടത്, അവസാനം രാത്രി എല്ലാം കൂടി വായിക്കാല്ല. ഇപ്പൊ എന്താ പരിപാടി? പഠിത്തം കഴിഞ്ഞ കല്യാണം പ്രായക്കായി. പിന്നെ കല്യാണം നോക്കാണ് സുഖേട്ടാ. വേണം. അതെന്താ അറിയോ, ഒരു 6 മാസത്തിനുള്ളിൽ നടത്തണം. ജാതകത്തിൽ അങ്ങനെ. അതെ, 29 വയസ്സ് കഴിയണം. അല്ലെങ്കിലേ അയ്യോ, അത്ര നീട്ടിക്കൊണ്ടൊന്നും വേണ്ടത്. അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞു, നമുക്ക് ഇപ്പഴേ അങ്ങോട്ട് ആലോചിക്കാം, എന്നിട്ട് ആ പരീക്ഷ കഴിയുമ്പോ അങ്ങോട്ട് നടത്താം. അല്ല, ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ?
ഞാൻ അച്ഛനമ്മ ആരാണ് പറയണ അയാളെ. അത് നന്നായി. അല്ല ഇപ്പോഴത്തെ കാലാണ് ഇപ്പൊ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്താ ചെയ്യാ, അത് ഞാൻ ചോദിച്ചു. അപ്പൊ അങ്ങനെ ഒന്നുമില്ല. നന്നായി. അങ്ങനത്തെ കുട്ടികളെ ഈ കാലത്ത് കിട്ടുക അല്ല, ഇപ്പൊ നമ്മുടെ ഉത്തരവാദിത്തമായ ഒരാളെ കണ്ടുപിടിക്കല്. എന്തായാലും കണ്ടുപിടിച്ച അത്രയും പെട്ടെന്ന് കെട്ടിച്ചോടണം അവളെ. അതെ അതെ. അയ്യോ, അത് ഫ്രണ്ട്സ് മറ്റേ എക്സാമിന്റെ കാര്യം വൈകുന്നേരം വരാൻ പറയും. ഞാൻ പറഞ്ഞു. ഹലോ. ആ പിള്ളേരൊക്കെ വരും വീട്ടിൽ പഠിക്കാനേ, അവര് വിളിക്കണതാ. അല്ല മണ്ടുവോ, നമുക്കേ ലക്ഷ്മീനെ എന്റെ പ്യാരിക്കൊന്ന് ആലോചിച്ചാലോ? ആർക്ക്? അല്ല സുഖമായിട്ട് അവന് ജോലി എന്തെങ്കിലും ആവണ്ടേ? അവലോ അപ്പൊ റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ട്. പഠിത്തം തന്നെ അവന് സർക്കാർ ജോലി കിട്ടും. അത് പറഞ്ഞു. അല്ല എന്താ സുഖമായിട്ട, വേറൊന്നും അല്ല. ഈ കാലത്തൊരു ജോലി ജോലി ഇല്ലാണ്ട് നടക്കില്ല, ഒന്നും നടക്കില്ല. അതാണ്. പിന്നെ അവളുടെ പഠിപ്പൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് അവക്ക്. അല്ല ആലോചനകൾ നടന്നോട്ടെ. ജോലി കിട്ടി കഴിഞ്ഞാൽ അല്ല ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. പകല അവളൊരു മുറപ്പെണ്ണാണല്ലോ എന്റെ. അതെ, നമുക്ക് ആലോചിക്കാം. എന്താടാ നിന്റെ പേര്? സുധി. സൂതി. ഇതെന്തരിത്? ഇതെന്താടാ 20 ഒപ്പ് 20 രീതിയിൽ? ആദ്യത്തെ ഒന്ന് ഷൂ എന്ന് വരച്ചിട്ടുണ്ട്, അതിനകത്ത് പിന്നെ ഒരു ചിഹ്നം കൂടെ ഷൗ നാക്കിയിട്ടുണ്ട്, പിന്നെ ഒരു വള്ളി താഴോട്ടിട്ട് ഷീന്ന് ഇട്ടേക്കണ്. ഇതെന്താ 20 ഒപ്പ് 20 രീതിയിൽ? ഇത് മനുഷ്യനെ ഇടങ്ങേറാക്കല്ലോ കേട്ടാ. അവനെ കൊണ്ട് നീ ഒരു കാര്യം ചെയ്യാം, മഷി കുത്തിയിട്ട് വിരൽ വെപ്പിക്ക്. പൈസ അടയ്ക്കാതെ പിന്നെ നമ്മൾ അവന്റെ പുറകെ അടക്കേണ്ടി വരും. എന്താണ് ഇപ്പൊ ഒരേ ഒപ്പല്ലിടണ്ടേ? വിരൽ കുത്ത് വിരൽ കുത്തി അങ്ങോട്ട് 20 പേപ്പറിൽ വിരൽ കുത്തിക്ക്. ആ എല്ലാത്തിനും വെപ്പിക്ക്. എല്ലാത്തിലും വേണോ? അങ്ങോട്ട് വെയുടെ പൈസ വേണോ നിനക്ക്? അങ്ങോട്ട് വെക്കി. എന്താ കായ്ക്ക് അത്യാവശ്യം? അത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി ഒരു പ്രേമത്തില്. അറിയാമോ? അപ്പം ഓളെ പുരക്കാർ വലിയ പൈസക്കാരാ. എനിക്ക് അങ്ങനെ പൈസ ഒന്നുമില്ല. അപ്പം പുരക്കാരെന്തായാലും കഴിച്ചു തരൂല കല്യാണമായിട്ട്. അങ്ങനെ ആകുമ്പോ നമ്മൾ ഒളിച്ചോടേണ്ടി വരും. ഒളിച്ചോളൂ. ഇവിടുന്ന് കായ് എടുത്തോണ്ട് നീ ഒളിച്ചോടാൻ പോണം. പിന്നെ ഇവിടുത്തെ പൈസ ആരുടെ തിരിച്ചടക്കണത്? ആരും തിരിച്ചടക്കിയ അത് ഞാൻ അടക്കും. എങ്ങനെ? ഇപ്പൊ എന്തായാലും നമ്മള് കല്യാണം കഴിച്ചാലേ ഒക്കെ പള്ളലാവുമല്ലോ. കുഞ്ഞിനെല്ലായിട്ട് കുഞ്ഞിനായിക്കഴിഞ്ഞാൽ എന്തായാലും പുരക്കാർ തമ്മിലൊരു കോംപ്രമൈസിലെത്തിരി ഇതെല്ലാം ആയിട്ട് ഇങ്ങനെ. അപ്പൊ വയറ്റിലായില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അതാവും. അല്ല വയറ്റിലാവുന്ന എന്താ പങ്ക് എത്ര ഉറപ്പ്? അത് ഉറപ്പില്ല. എങ്ങനെ ആവൂന്ന് പറഞ്ഞ പലരും ഇപ്പോഴും അങ്ങനെ തേരാപ്പാര നടക്കണം, ആവൂന്നും പറഞ്ഞുകൊണ്ട്. അല്ല എന്താ പങ്ക് എത്ര ഉറപ്പ്? ഒരിക്കലായിക്ക് ഒരു പ്രാവശ്യം ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യം അയക്കണം. പിന്നെ കായ് കൊടുക്കാൻ കുഴപ്പമില്ല. ബാക്കി പേപ്പറുകൾ ഒപ്പിടി. പിന്നെ ഒരു കാര്യം, 6 മാസത്തിനുള്ളിൽ കായകൾ തിരിച്ചടച്ച് നിന്റെ വണ്ടിയുടെ RC ബുക്ക് കൊടുന്ന് എടുത്തോണ്ട് പൊയ്ക്കോളണം. അത് കഴിഞ്ഞ് മുടക്കം വന്നാ നിന്റെ വണ്ടി എന്റെ പേരിലിരിക്കും. എന്റെ പേരിലാക്കാന്നുള്ള എന്റെ പേപ്പറാണ് നീ ഇപ്പൊ ഒപ്പിട്ടോണ്ടിരിക്കുന്നത്. അത് മറക്കണ്ട. കൊണ്ടുവാ. തലേ തുടക്കണേ. എല്ലാത്തിലും ഇട്ടാടേ മൊയ്തു? 62 ഇട്ടല്ല? ശരി. നിന്റെ നമ്പർ ഇതിൽ എഴുതിക്കണ എന്നെ. അവളെ തന്നെ നിന്റെ ഗൂഗിൾ പേ നമ്പർ ഇത് തന്നെ എഴുതിക്കണ എന്നെ. അത് ആവർന്ന് പറ ഇങ്ങോട്ട്. ഇവനൊക്കെ എങ്ങനെയാ ഒരു പെണ്ണിനെ പോറ്റണത്? എനിക്ക് ഉറപ്പില്ല. തോന്നുന്നില്ല. അപ്പേ ചെല്ല 25,000 ആണ്. അതിൽ നമ്മൾ ഇവിടുത്തെ ഇതിന്റെ മെനക്കെട് എല്ലാം കൂടി ഒരു ചെറിയ ചെലവുണ്ട്. ഒരു 750 രൂപ പോയിട്ട് 24,250 രൂപ നിന്റെ അക്കൗണ്ടിലേക്ക് ഇടുകയാണ്. ഒച്ച കേക്കണ? വണ്ടിയിലാ? എന്നാ എടുത്ത് നോക്കിയോ, കായ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവൻ കുഴപ്പക്കാരനാണ്. ഇവന്റെ വിരളടയാളങ്ങൾ പോലും വ്യത്യാസം പോലെ എനിക്ക് തോന്നണം. സാറേ എന്ത് അപ്പീൾ? എന്ത് വന്നെന്ത്? നമ്മൾക്ക് കുറച്ച് പൈസ വേണം സാറേ. പിരിവ് പരിപാടി ഇല്ല, നിർത്തി. ഞാൻ പിരിവ് കൊടുക്കൽ നിർത്തി. അയ്യോ പിരിവല്ല സാറേ, പിന്നെ കുറച്ച് പൈസ കടായിട്ട് വേണം. എനിക്കാണ് സാർ. ഇപ്പൊ അവിടെ മുമ്പ് 4 ആൾക്കാരെ കൊണ്ടുവന്ന് പൈസ മേടിച്ചിട്ടുണ്ട്. ആരും തിരിച്ചെടുത്തില്ല കേട്ടോ. അവന്മാർക്കൊക്കെ കടലാസുകൾ അയച്ചു വിടുന്നു. എന്നിട്ട് ഓരോരുത്തരെ വീണ്ടും കേട്ടിട്ടില്ല. കടലാസുകൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഫയലുകൾ. എന്റെ സാറേ അതുപോലത്തെ ആളെയല്ല, ഇത് സർക്കാർ ഉദ്യോഗസ്ഥനാണ്. നേരത്തെ പറയണ്ടേ? ഏത് ഡിപ്പാർട്ട്മെന്റില്? ഡിപ്പാർട്ട്മെന്റ് ആയില്ല, നിയമനം കിട്ടണേ ഉള്ളൂ. ഉടനെ ജോയിൻ ചെയ്യും. ആദ്യത്തെ ശമ്പളത്തിരുന്ന് തന്നെ ഞാനിത് കണ്ട് അടച്ചു തീർത്തോളാം. ആയില്ല, ഇല്ല, പോണേ ഉള്ളൂ. ഇല്ല, ആവും, ഉറപ്പാണ്. അപ്പൊ ഇച്ചിരി കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ആ ജോലിക്ക് പ്രവേശിക്കണതിന് മുമ്പ് ഉള്ള ബാധ്യതകളൊക്കെ
തീർത്ത് നിന്നാല് പിന്നെ ശമ്പളം കിട്ടണത് നമ്മൾ അടച്ചു തീർത്താൽ മതിയല്ലോ. അങ്ങനെ മുൻകൂർ അല്ലേ ഒരു കരുതല് അല്ലേ? അപ്പൊ ഉണ്ണി പറഞ്ഞൂടെ മനോജ് സാറിന് വന്ന് കണ്ട ആവശ്യത്തിന് ഉണ്ണി പറഞ്ഞ പൈസ ഉടനെ എടുത്ത് കൊടുക്കാൻ ഞാൻ ഇവിടെ ഇരിക്കില്ല, കൊടുത്തേക്കാൻ ഞാൻ ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പറയാ, നിനക്ക് സർക്കാർ ജോലി കിട്ടി, നീ അവിടെ മറ്റേ ശമ്പളം കടലാസം ഉണ്ടല്ലോ അതുമായിട്ട് വാ, അപ്പൊ ഞാൻ കൈ തരാം. അല്ല സാറേ അത് ഉറപ്പാണ്. ചിലക്കളി ഇവിടുത്തെ രീതികള് ഒന്നില് വണ്ടിയുടെ RC ബുക്ക്, അല്ലെങ്കിൽ വസ്തുവിന്റെ RC ബുക്ക്, അതല്ലെങ്കിൽ വസ്തുവിന്റെ പ്രമാണം പറയണ RC, അല്ലെങ്കിൽ പിന്നെ സ്വർണ്ണ പണയം. ഈ 3 രീതിയിലാണ് ഇവിടെ കായകൾ കൊടുക്കുന്നത്. സാറ് പറഞ്ഞിട്ടില്ലേ ശമ്പള സർട്ടിഫിക്കറ്റ് വന്ന കൈ ഇട്ടു, അത് മതി. അല്ല മനോജ് സാറേ, ഈ ഭൂമിയും ആകാശവും സകല ജീവജാലങ്ങൾക്കും ഇല്ലല്ലേ? അതിലൊരു ജീവജാലം ഇല്ലേ സാറേ ഇപ്പൊ ഞാൻ. അതുകൊണ്ട് ഈ ഭൂമിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് വീടായിട്ട് കാണാം. ഭൂമി ആരും കൊണ്ടുപോയില്ലല്ലോ, നാടന്നെ ഉണ്ടാവും, വീടി പോകില്ല ഭൂമി. എന്നാ പിന്നെ നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ തന്തയെടുത്ത് പറഞ്ഞിട്ട് കുറച്ച് കായ് കൊടുക്കും. ശരി പേപ്പറൊക്കെ ആയിട്ട് വരാം. പോയിട്ടോ, അവന് മനസ്സിലായി, നിനക്ക് മനസ്സിലായില്ല, പൊക്കോ. എല്ലേ പറഞ്ഞ നീ പറഞ്ഞ ആവശ്യത്തിന് പൈസ തരുന്നു, മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. കഷ്ടം, അവന് ജോലി കിട്ടിയില്ല, അതിനിപ്പോ അവൻ കടം വാങ്ങിക്കാൻ നടക്കണം. അപ്പൊ ഇവൻ ജോലി കിട്ടി എന്തായിരിക്കും അവന്റെ സ്ഥിതി? ആ കൂടെ മുടി നീട്ടിയേ ഉടായിപ്പാട്ടോ. അവൻ ഉടായിപ്പല്ല, ഉടായിപ്പിന് അച്ചാരം കൊടുത്തവനാണ്, ഭൂലോക ഉടായിപ്പ്. പിറന്നാള്, ഹാപ്പി ബർത്ത്ഡേ. 39 വയസ്സ്, കല്യാണം കഴിയാത്ത 39 വയസ്സ്. നന്നായി ബർത്ത്ഡേ, എന്നും ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. 39 ഇത്തിരി ഞാൻ ഒരു കല്യാണം കഴിക്കും, ഇന്നൊരു തീരുമാനം ഞാൻ എടുക്കും. ഹാപ്പി ബർത്ത്ഡേ ടു യു മൈ ഡിയർ ഉണ്ണി, ഹാപ്പി ബർത്ത്ഡേ ടു യു മൈ ഡിയർ ഉണ്ണി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഷുഗറാണ്, എന്തായാലും കഴിക്കും ഞാൻ, നോക്കാം. ഇന്ന് ആരെയും വിളിക്കാൻ, ആരെ വിളിക്കണം? സുമ, ഗിരിജ, സുലോചന. സുമ കുറച്ചുമായാണ് ഡൈവോഴ്സ്. സുമ, ഉണ്ണിയേട്ടനാണ്, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, ഹാപ്പി ബർത്ത്ഡേ. ഞാനേ സമയം പ്രശ്നമില്ല, 12 മണി. ഞാൻ അന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു ഇവിടെ വെച്ച് പറയുന്നില്ല, ഒരു ദിവസം ഞാൻ പറയുന്നു പറഞ്ഞില്ലേ, ഈ ഒരു ദിവസം എൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട നിമിഷമാണ്, എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഞാൻ ഹാപ്പി ആവുമല്ലോ. അങ്ങനെയാണല്ലോ ഈ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ഉണ്ടാവുന്നത്. പറഞ്ഞോ, പറസുമ. ഫോൺ വെച്ചിട്ട് പോടാ പട്ടി. പട്ടി കല്യാണം കഴിക്കത്തോൻ പട്ടിയാണ്. അങ്ങനെ ഈ നാട്ടിൽ പട്ടി മാത്രമേ ഉണ്ടാവൂ. പണമില്ലേ, പ്രതാവില്ലേ, ജോലിയില്ലേ, കൂലിയില്ലേ, വേലിയില്ലേ, എല്ലാ കുന്തും എനക്കില്ലേ. ഒരു പെണ്ണില്ല, വേണ്ടാത്തവന് പെണ്ണുണ്ട്, കാമുകിയുണ്ട്, സകലമാനം ഉണ്ട്. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ബർത്ത്ഡേ ആഘോഷിച്ചോണ്ടിരിക്കുന്നു. 39 What nonsense you are talking? ഒരു കാമുകിയില്ല, ഒരു ഗേൾ ഫ്രണ്ട് ഇല്ല, അറ്റ്ലീസ്റ്റ് ഒരു ഭാര്യ പോലും ഇല്ലാത്തവരായി പോയല്ലോ ഞാൻ. ദൈവമേ. എടി
കഴിഞ്ഞ ക്ലാസ്സിൽ മാഷ് പഠിപ്പിച്ച എനിക്കൊന്നും മനസ്സിലായില്ല. നീ ഒന്ന് പറഞ്ഞു തരൂ. എടാ ഇത് ഈസിയാണ്, അത്ര മലമറിക്കേണ്ട കാര്യമൊന്നും അല്ല. ഇതെനിക്കൊന്ന് പറഞ്ഞു തരൂ. ഇത്തവണ ഞാൻ പറഞ്ഞുതരാം. എന്നാൽ നെക്സ്റ്റ് ടൈം ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണോട്ടോ. ഉപദേശം നിർത്തിയിട്ടൊന്ന് പറഞ്ഞു തരൂ. ഞാൻ പറയാം. ഫസ്റ്റ് ഈ എക്സ് എടുത്തിട്ട് ഇങ്ങോട്ട് എണ്ണ. അത് കഴിഞ്ഞിട്ട് സാർ എങ്ങനെയാണോ പഠിപ്പിച്ച അതുപോലെ ചെയ്താൽ മതി. എക്സിന്റെ വാല്യൂ പക്ഷെ അത്രയ്ക്കാണ് മനസ്സിലാവുന്നത്. രണ്ടാളുടെ ചുറ്റിക്കളി. അത് പിന്നെ ഒന്നുമില്ല സാർ. സത്യം പറ, ഉണ്ണി മാഷെടുത്ത് ഒളിപ്പിക്കല്ലേ മക്കളെ. TC എന്ന് വിടും. തൊട്. സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ ഉണ്ണി മാഷെടുത്ത്. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ഓൻ എന്നാ എന്നോട് പറഞ്ഞു. സാറ് അവൻ എന്നോട് സ്റ്റാറ്റിസ്റ്റിക്സിന് ഡൗട്ട് ചോദിച്ചു. ഒന്നുമില്ല സാറേ, വിട്ടോ. നീ ഓട് ഐ ലവ് യു പറഞ്ഞിട്ടടാ മാഷേ. ഇങ്ങോട്ടേക്ക്. സത്യം പറഞ്ഞോ, ഉണ്ണി മാഷടുത്ത് കളവ് പറയരുത് എന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രണ്ടാൾ കൂടി എന്താ ചുറ്റിക്കളി? പറ. സാറേ ഡൗട്ട് ചോദിച്ചാണ്. ഡൗട്ടാ? ഈയിടെ നിന്റെ ക്ലാസ് മാഷനോട് ഞാൻ നിനക്ക് എന്നോട് എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചോ? ഓൻ ആരാന്റെ ഡൗട്ട് ചോദിക്കാൻ? ഓൻ ആരാ നിന്റത്? ഫ്രണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ അടുത്ത് ഉരുണ്ട് കളിക്കട്ട. ഇത് ഞാൻ കണ്ടുപിടിക്കും, നിങ്ങൾ എന്നോട് പറയണ്ട. മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ? എന്നോട് പറയാൻ നിൽക്കണ്ട. ഉണ്ണിമാഷ കണ്ടുപിടിക്കും. ഉണ്ണിമാഷ കണ്ടു അതിന്റെ പല അറിയാലോ. TC ഒന്നും കൂട്ടി വിടും. പിന്നെ ഇതാ ഈ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കയറാൻ പറ്റില്ല. ഒരു രക്ഷിതാവ് പറഞ്ഞാലും ഞാൻ അനുസരിക്കൂല. ഉണ്ണിമാഷ വാക്കൊന്ന് പ്രവർത്തി ഒന്ന്. ഉണ്ണിമാഷ് എന്താ ഉണ്ണിമാഷ, ഇതൊരു സ്കൂളല്ലേ? മാഷേ, ഒരു പുസ്തകത്തിന്റെ മറവെന്നാണ് അവരെ പ്രണയം തുടങ്ങുന്നത്. ഞാൻ പറയുമ്പോ ഡൗട്ട് പോലും ഡൗട്ട്. സാറേ അവൻ ഡൗട്ട് ചോദിച്ചാ ഞാനത് ക്ലിയർ ചെയ്തു. ക്ലാസ് പോയി തീർക്ക്. ക്ലാസ് പോ. ഇങ്ങോട്ട് വന്നേ ഉണ്ണിമാഷേ, ഇങ്ങോട്ട് വന്നേ. അതെ, ഇത് പഴയ കാലമൊന്നുമല്ല. ഉണ്ണിമാഷിന്റെ മനസ്സ് കൊള്ളൂലാഞ്ഞിട്ടാണ്. അവരൊക്കെ നല്ല സോഷ്യലാണ് പിള്ളേര്. ഞാൻ തെറ്റുകാരനായല്ലേ? പിന്നെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യമായി. മാഷേ ഒന്നും പറയണ്ട, പ്യാരി സാറ് പറഞ്ഞാ ശരി. ഉണ്ണിമാഷിന്റെ സൂക്കട് വേറെ. ഇതൊക്കെ സമയത്തും കാലത്തും പെണ്ണ് കെട്ടാത്ത അത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. പിള്ളേര് എവിടെ നിന്ന് വർത്താനം പറയേണ്ടെന്ന് നോക്കി നടക്കുകയാണ്. ക്ലാസ് എടുക്കേണ്ടത് നിങ്ങൾക്ക് എന്താണ്? ഡൗട്ടാണോ? ക്ലാസ്സിൽ പോയേ അവിടെ ഇവിടെ തൂങ്ങി നിന്നോളൂ. എന്തെന്നാ കുട്ടികളെ സ്റ്റെപ്പിന്റെ മുകളിൽ അങ്ങനെ ഇരിക്കുന്നത്? അല്ല ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ? ഇല്ലല്ലേ? കണ്ടിന്യൂ. അല്ല നിന്റെ പ്രശ്നം എന്താ? നീ എന്തിനാ അവളെ ബൈക്കിൽ കയറ്റിയേ? ലച്ചു 2 മിനിറ്റ് പ്ലീസ്, 2 മിനിറ്റ്. ഈ പ്രശ്നം തീർത്താള് 6 മണി സമയത്ത് ഇവിടെ ഒറ്റയ്ക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കും. ആരായാലും ഇറക്കി പോലും. കൂടാതെ ഇവളിന്റെ ബെസ്റ്റ് ആണെന്ന് നിനക്കറിയാലോ. ഞാൻ നിന്റെ ആരാ? ലവർ. നിനക്ക് സംശയം ഉണ്ടോ? ഞാൻ നിന്റെ അടുത്ത് പറയാറുള്ളൂ എന്നെ ബൈക്കിൽ കൊണ്ടാക്കണമെന്ന്. അപ്പൊ നീ എന്താ പറയണേ? ലൈസൻസ് ഇല്ലാന്ന്. ഇപ്പൊ അവളെ വിടുമ്പോ കുഴപ്പമില്ല അല്ലേ? അവളെ വിടുമ്പോ ലൈസൻസ് ഉണ്ടോ? അത് ഈ അടുത്താണെങ്കിൽ ലേണേഴ്സ് കിട്ടിയത്. നിനക്കിപ്പോ എത്ര വയസ്സുണ്ട്? 17-15. മതി. നീ വല്ലാണ്ട് കടന്ന് ഉരുളല്ലേ? നീ എപ്പോഴും എങ്ങനെയാ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിന്റെ ബെസ്റ്റാന്ന് ഇവക്ക് അറിയൂലേ? പിന്നെ നീ എന്നെ ബൈക്കിൽ കയറ്റി ഇവിടെ തന്നെ വഴക്ക് പറയുന്നത് ഒരു കാര്യമില്ല. കൈ വിടറാ. നീ എന്തിനാ അവളുടെ കൈ പിടിക്കണേ? നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നു? ഞാൻ എന്ത് ചെയ്തിട്ടാ? നീ നിന്റെ ബെസ്റ്റ് രാവിലെ പോകുമ്പോ ഞാൻ ഒന്നും പറയല്ലോ. ഞാൻ ആരും ബൈക്കിൽ കയറി ഇരിക്കാറില്ല. എന്തൊക്കെ പറഞ്ഞാലും വേണ്ട. നീ എന്റെ ലവർ, നീ എന്റെ ബെസ്റ്റി. ആരായ ഓക്കെ? ഇങ്ങോട്ട് വേടാ. ഒറ്റ മിനിറ്റ് പോരാ. എന്താ സാറേ? എന്തിനാടാ പരിപാടി? ഒന്നുമില്ല, ഞങ്ങള് വെറുതെ കുശലാന്വേഷണം ഒക്കെ പറഞ്ഞിങ്ങനെ വെറുതെ. ഉണ്ണിമാഷോട് വിളച്ചെടുക്കല്ല. സത്യം പറ, ഒന്നും നിനക്ക് മറച്ചു നോക്കാൻ പറ്റൂല. രണ്ടും നിന്റെ ലൈനല്ലേ? അതെങ്ങനെയാ സാറേ 2 പേര് ലൈനാവുക?
ഇട്ടാളല്ലേ പറ്റും. അത് നീ എന്നെ പഠിപ്പിക്കല്ലേ. ഒരാൾക്ക് ഒരു ലൈനാന്ന് നിനക്കറിയാം. നിന്റെ ലൈൻ ഏതാ? വിസ്മയ. നിന്റെ ലൈൻ അല്ലേ? ഏടാ നീ ലക്ഷ്മിയായിട്ടൊന്നല്ല അധികം കൊഞ്ചിക്കുന്നത് കാണല്. പിന്നെ നീക്കിപ്പോ ലൈനാത്തുവാ. ലക്ഷ്മിന്റെ ബെസ്റ്റിയാ സാറേ. ബെസ്റ്റി. ബെസ്റ്റി? ആന്നാടേ ബെസ്റ്റി? സാറിനറിയില്ലേ ബെസ്റ്റി? സാറിന് അറിയല്ലേ എന്ന് ചോദിക്കല്ലേ. എനക്കറിയാത്തൊന്നും ഈ ലോകത്തില്ല. പക്ഷെ എന്നാലും നിനക്കറിയോ നിനക്കറിയണം. എന്താണ് ബെസ്റ്റി? പറ. ബെസ്റ്റി എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിന്റെ മുകളിലുള്ള സാധനം കാമുകിക്കോ കാമുകിന്റെ താഴത്തുള്ള സാധനം, അതാണ് ബെസ്റ്റി. അപ്പൊ അത് ശരി. അപ്പൊ ഇതില് നിന്റെ ബെസ്റ്റി? എന്റെ ബെസ്റ്റി ലക്ഷ്മി. അത് ശരി. മറ്റത് ലവ്. പിന്നെ രണ്ടിന്റെ അടിയിൽ ത്രാസ് പോലെ ബെസ്റ്റി. എന്തല്ല ഞാൻ മരത്തിന്റെ അവിടെ വരാന്ന് പറഞ്ഞിട്ട് ഇതാണ് നിന്റെ മരം. വാ കിരൺ, ഓ ഞാൻ ഇവന്റെ കൂടെ പോയി വാ. ബൈ. അതാര് ബെസ്റ്റനാ? അല്ല ബെസ്റ്റ് അല്ല, അത് ബെസ്റ്റിയുടെ ലൈൻ. ചേട്ടോ നിന്റെ കാമുകീനെയും കൊണ്ടാണല്ലോ പോയത്. അല്ല അത് സാറിന് തെറ്റിയതാ. അതിന്റെ ബെസ്റ്റിനും ബെസ്റ്റിയുടെ ലൈനാണ് ഇപ്പൊ പോയത്. അത് നിന്റെ ലൈൻ ഏതാ? എന്റെ ലൈൻ വിസ്മയ. ചേട്ടോ അപ്പൊ ഓൻ ഇവനെയും കൊണ്ട് അല്ല അല്ല, ബെസ്റ്റിയുടെ ലൈനാണ് ഇപ്പൊ കൊണ്ടുപോയത്. അതെ. ഇവളുടെ ബെസ്റ്റ് വേറെ, രാഹുൽ. ബെസ്റ്റിയും ലൈനും നീ എന്റെ കൺമുമ്പിൽ കണ്ടുപോരത്ത്. പോടോ, ക്ലാസ് പോ. സാർ പോവാ. ബൈ. പോവാ. ബെസ്റ്റി എന്ത് മനോഹരമായ കണ്ടെത്തലുകൾ. ഞാനിന്ന് പഠിക്കും ബെസ്റ്റിയും കാമുകയും ലൈനും ഒന്നുമില്ല. ഒരു പെണ്ണു മുമ്പിൽ വരുന്ന കയ്യാല കയറി തുള്ളിപ്പോയാൽ ഞാൻ പെണ്ണുങ്ങൾ നോക്കിക്കൊള്ളല്ലോ. കോയ സാറേ, ഹാഫ് ഡേ ലീവ് വേണം. മനസ്സിലൊരു സുഖമില്ല സാറേ. ബെസ്റ്റ് ഓഫ് ലക്ക്. ശരി സാർ. അതെവിടെ പറയാൻ പോയത്? വിനോദ് നിങ്ങൾ അങ്ങനെ തർക്കിച്ചിട്ട് കാര്യമില്ല. ഇത് കഴിഞ്ഞ 6 മാസത്തില് നമ്മൾ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് ബിസിനസ് നടന്നിരിക്കുന്നതാണ്. 6 months ആയിട്ട് ഭയങ്കര ഫ്ലോപ്പാ. അതിന്റെ റീസൺ എന്താണെന്ന് എനിക്കറിയണം. അതല്ല നിങ്ങൾ നോ ഫർദർ എക്സ്പ്ലനേഷൻ. എനിക്കറിയണം, അല്ലെങ്കിൽ എല്ലാവരുടെ പണിയും തെറിക്കും. എന്തൊരു മഴയത്. നിങ്ങൾ തർക്കിക്കല്ലേ, ഇങ്ങനെ എന്നോട് തർക്കിക്കല്ലേ. നിങ്ങളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് എന്നെ മാനേജറാക്കി അവിടെ ഇരുത്തിക്കണേ. നല്ല മഴയായിരുന്നു. ഞാൻ നല്ല റിസർവ്. ഓക്കെ. ഇടിവെട്ടില്ലാത്ത എനിക്ക് ഭയങ്കര പേടിയാ. പേടിയുടെ കാര്യമില്ല, ഇടിയല്ലേ. ഇതെന്റെ ബെസ്റ്റ്. കിരൺ. ഞങ്ങളെ ഞാൻ പറഞ്ഞില്ല എക്സാം പഠിക്കാൻ വേണ്ടി. ഓക്കെ നന്നായിട്ട് പഠിക്കണം. സോറി, അവളെ കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ. എന്തെങ്കിലും കുടിക്കാൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും. അമ്മേ അമ്മേ പറയൂ. ഇതാരത്? അപ്പൂപ്പ. പാകൂട്ടി വിളിക്കണം അപ്പൂപ്പൻ. അപ്പൂപ്പ ഇതെന്റെ ബെസ്റ്റിയാ. എന്ത് ബെസ്റ്റി? എന്റെ ബെസ്റ്റിയാന്ന്. കൂട്ടുകാരൻ എന്റെ കൂടെ പഠിക്കുന്ന ക്ലാസ്സിൽ. അതെ, ഞാൻ രാഘവൻ. നിനക്കെന്താ സ്വന്തമായിട്ട് കൊടയില്ലേ? അല്ല, കൊട ബാഗിലുണ്ട്. പുതിയ കൊട നനയ്ക്കണ്ടെന്ന് വെച്ച് ഞങ്ങൾ ഒരുമിച്ച് പോകാം. ആഹാ, നല്ല മോനല്ല നീ. ഹായ് ആന്റി. ഇത് ഞാൻ പറയാറില്ലേ കിരൺ. കിരൺ. ഞങ്ങളെ പഠിക്കാൻ ഞാൻ പറഞ്ഞില്ല ഒരു എക്സാം ഉണ്ടെന്ന്. അപ്പൊ ഇവൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. കുടിക്കാൻ എന്തോ എന്താ, ചായ വേണോ ജ്യൂസ്? നിന്റെ അല്ല മോൻ എന്താ വേണ്ടത്? ജ്യൂസ് മതി. ശരി, മാംഗോ ജ്യൂസ് എടുത്തോട്ടെ അമ്മ. അയ്യോ അപ്പൊ ഞങ്ങളെ കമ്പൈൻ സ്റ്റഡി ചെയ്തിട്ട്. കമ്പൈൻ സ്റ്റഡി.
വാ. ആ ഇതാണ് എന്റെ റൂം. ജ്യൂസ് ഇപ്പൊ കിട്ടുമോ? പിന്നെന്താ കമ്പനി സ്റ്റഡി. Accent talk and one bag of mouth, baga. We run the east, west, the north and south. 20 can get me out. Anything I can hear, I talk about. 20 talk about. Make them know so that them can get me out. I talk about.